ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അതായത് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. കാറിൽ വെച്ചാണ് ഒരു അർജൻറ്റായിട്ടുള്ള ഞെട്ടിക്കുന്നൊരു വാർത്ത കിട്ടി. അതുകൊണ്ട് നിങ്ങളിലേക്ക് അത് എത്തിക്കാമെന്ന് കരുതിയിട്ടാണ്. തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്, ചുമ്മാതല്ല പറയുന്നത്. ഞാൻ പറയുന്നത് പച്ചക്കളവാണെങ്കിൽ എനിക്ക് പോയി നിങ്ങൾ ആരെങ്കിലും കേസ് കൊടുക്കും. കേസായി കഴിഞ്ഞാൽ ഞാൻ നേരിടാം. അതായത് പറയുന്ന കാര്യത്തിൻ്റെ അതിൻ്റേതായിട്ടുള്ള തെളിവ് വെച്ചിട്ടാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഷിംജിത്തക്ക് സഹതടവുകാരി അടിച്ചു എന്നാണ് വാർത്ത വരുന്നത്. ഓക്കെ, ഞെട്ടിക്കുന്ന വാർത്തയാണ്. അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഞാനിപ്പോൾ സൈഡിൽ വെച്ചു തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾക്ക് ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനമില്ലേ? ഈ ഒരു സ്ക്രീൻഷോട്ട് ആദ്യം നിങ്ങൾ കാണണം. ഇത് ഞാൻ ഷിംജിത്തക്കെതിരായിട്ടിട്ട ഒരു വീഡിയോ ആണ്. ഇതിൽ 30% വന്ന കമൻറ്റ്, എന്തിനാണ് ബ്രോ ഷിംജിത്ത് ആ വിഷയം വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുന്നത് എന്ന്. അത് എന്നെ തെറി വിളിക്കുകയാണ്, ഈ വിഷയം നിർത്താൻ പറയുകയാണ്. അവരോട് ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. ഓക്കെ, പൊന്നുമക്കളെ, നിങ്ങളുടെ വീട്ടിലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ നിങ്ങളിങ്ങനെ പറയോ? നിങ്ങളുടെ അച്ഛനോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രദറോ ഒരു പെൺകുട്ടി എന്ന് പറയാൻ പറ്റില്ല, ഒരു പെണ്ണായിട്ടുള്ള ഒരു ജന്തു വ്യാജ വീഡിയോ എടുത്തിട്ട് നിങ്ങളുടെ ഒരു ബ്രദറോ നിങ്ങളുടെ അച്ഛനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡോ ഇങ്ങനെ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ, ഇല്ലാത്ത ആരോപണം പറഞ്ഞ് ഒരു പെണ്ണിനെ കയറി പിടിച്ചു എന്ന് വെറുതെ എഡിറ്റ് ചെയ്ത ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ട് അവൻ അത് കണ്ടിട്ട് ആത്മഹത്യ ചെയ്തത് നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിനുള്ളൊരു ഉത്തരം നിങ്ങൾ ഓരോരുത്തരും എനിക്ക് തരണം. ഓക്കെ, എൻ്റെ തന്തക്കും തള്ളക്കും വിളിക്കുകയാണ് ഷിംജിത്ത് ആ വിഷയം ചർച്ച ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട്. വീണ്ടും ഒരു കാര്യം കൂടി പറയുകയാണ്. ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സ് ഈ വിഷയം നിർത്തി കഴിഞ്ഞാൽ ഷിംജിത്ത് ഈ കേസ് തന്നെ ഇല്ലാതാവും. ഓക്കെ, ഒന്നാമത് എതിരിൽ നിൽക്കുന്നത് ഒരു സ്ത്രീയാണ്. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. മുമ്പിൽ നിൽക്കുന്നത് ഒരു സ്ത്രീയാണെന്നേ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം ചർച്ച, അതായത് ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സ് ദീപകിൻ്റെയും ഷിംജിത്തയുടെയും വിഷയം ഒഴിവാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഈ കോടതിയിലുള്ള ജഡ്ജിമാരും വക്കീലന്മാരും മീഡിയാസും എല്ലാവരും വിചാരിക്കും, ഇനി ഷിംജിത്തക്ക് ജാമ്യം കൊടുക്കാം, ഇനി ഷിംജിത്ത് ആ കേസ് നമുക്ക് വാദിക്കണ്ട. കാരണം എന്തേ? സോഷ്യൽ മീഡിയയിൽ ചർച്ചയില്ല. ഈ വിഷയം ഇനി വരുന്ന ഒരാഴ്ചയും കൂടി നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു കാര്യം പറയുകയാണ്, ഷിംജിത്തക്ക് ജാമ്യം എന്ന് പറയുന്ന ഒരു സാധനവും ഒരിക്കലും കിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് പൊന്നു സുഹൃത്തുക്കളെ, നെഗറ്റീവ് കമൻറ്റ് ഇടാതിരിക്കുക. അതായത് ഞങ്ങൾ വെറുതെ കളവെന്തെങ്കിലും വിളിച്ച് പറയുന്നെങ്കിൽ ഞങ്ങളെ തന്തക്കും തള്ളക്കും വിളിക്കൂ, പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഈ ഒരു സ്ക്രീൻഷോട്ട് ആദ്യം കാണണം. ഷിംജിത്തൊക്കെ അവിടെ അടി കിട്ടിയെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഓക്കെ, നല്ലായി. അതായത് സഹതടവുകാരി അടിച്ചു എന്നാണ് വാർത്ത വരുന്നത്. ചുമ്മാതല്ല ഈ വാർത്ത. അവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ചിലർ ഫേസ്ബുക്കിലൂടെ അപ്ലോഡ് ചെയ്യുന്നു, അത് നമ്മളിലേക്ക് എത്തുന്നു, ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു, അത്രമാത്രമാണ്. ഓക്കെ, എന്തിനാണ് അടിച്ചത് എന്ന് നമ്മൾ കേൾക്കുമ്പോൾ അവൾ അഹങ്കാരിയാണ്. അതിൻ്റെ അകത്ത് നല്ലോണം അഹങ്കാരിയാണ് ഈ ഷിംജിത്ത് എന്ന പെണ്ണൊക്കെ. അതായത് ജയിലിൽ കണ്ടവരൊക്കെ തെറി വിളിക്കുകയാണ്. ഇവൾ പറയുവാണ് ഇത്രേ, ഞാൻ ആരെയും കൊന്നിട്ടും കഞ്ചാവ് വിറ്റിട്ടും ഒന്നും അല്ല വന്നത്. ഞാൻ ഒരു നല്ല ഫാമിലിയിൽ നിന്ന്, ഞാൻ ഒരു വാർഡ് മെമ്പർ ആയിരുന്നു, ഞാൻ വലിയൊരു സ്ത്രീ ആയിരുന്നു, ഞാൻ അങ്ങനെയുള്ള നല്ലൊരു ഫാമിലിയിൽ നിന്നാണ് ഞാൻ വന്നത്. നിങ്ങളെപ്പോലെയുള്ള ഞങ്ങൾ കഞ്ചാവ് വിറ്റ കേസിലല്ല. അതുകൊണ്ട് നിങ്ങളാരും എന്നോട് സംസാരിക്കണ്ട എന്ന് അഹങ്കാരത്തോടെ ഈ വൃത്തികെട്ടവൾ പറയുകയാണ്. അതിനുശേഷം ഈ വൃത്തികെട്ട ജന്തു പറയുകയാണ്, അതായത് ഞാൻ ഒരു 3 ദിവസത്തിനുള്ളിൽ ഇവിടെ നിന്ന് പോവും, എൻ്റെ അടുത്തേക്ക് നിങ്ങൾ ആരും വരണ്ട എന്ന് സഹതടവുകാരോട് പറയുകയാണ്. ഒരു നല്ലൊരു കഞ്ചാവിൻ്റെ കേസിൽ എന്തോ പ്രതിയായ ഒരു പെണ്ണ് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അവൾ നല്ലോണം ഷിംജിത്തൊക്കെ കൊടുത്തു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഒക്കെ, നന്നായി അതവൾക്ക്. അവളോട് ഷിംജിത്തയോട് ഒരു കാര്യം പറയുകയാണ്. ഷിംജിത്ത, ഒരു മനുഷ്യനെ നമ്മൾ ഒറ്റ സ്പോട്ടിന് ഇല്ലാതാക്കുന്നെങ്കിൽ, തീർക്കുന്നുണ്ടെങ്കിൽ, കൊല്ലുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം. ഓക്കെ, നല്ലതാണ്. ഇപ്പം എന്നെ ഒരുത്തനെ കൊല്ലുന്നുണ്ടെങ്കിൽ ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിന് എങ്ങനെയാണ്, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ, അതായത് എന്നെ ഒരു 5 മിനിറ്റിൽ, ഒരു 2 മിനിറ്റിൽ തീർത്ത് കഴിഞ്ഞാൽ, ഞാൻ ഉറങ്ങുമ്പോൾ എന്നെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ നമുക്ക് പൈനും കാര്യങ്ങളൊന്നും അനുഭവിക്കാതെ ഇവിടെ നിന്ന് വിട പറയാമല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം, ഓക്കെ, അതായത് ഷിംജിത്ത ദീപകിനെ കൊന്നത് അങ്ങനെയല്ല. ദീപക് എന്ന മനുഷ്യന് ഇഞ്ചിഞ്ചായാണ് മരിച്ചത്. ഞാൻ മരിക്കണോ, ഞാൻ നാളെ പുറത്തിറങ്ങി എങ്ങനെ നടക്കുമെന്ന് അറിയാതെ മണിക്കൂറോളം കരഞ്ഞ്, ചങ്ക് പൊട്ടി കരഞ്ഞ്, ആരോരും ഹെൽപ്പ് ചെയ്യാനില്ലാതെ, ഒരു ഭാര്യ പോലുമില്ല, അദ്ദേഹം ഡിവോഴ്സാണ്. ഇത്ര വലിയൊരു നാണക്കേട് ഞാൻ എങ്ങനെ ഫേസ് ചെയ്യുമെന്നറിയാതെ അദ്ദേഹം ഇഞ്ചിഞ്ചായാണ് മരിച്ചത്. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഷിംജിത്തയാണ് ഒരു കൊലയാളിയെക്കാളും കൂടുതൽ ശിക്ഷ അനുഭവിക്കേണ്ട ഒരു സ്ത്രീ ഷിംജിത്തയാണെന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞ കാര്യം? അതായത് ഷിംജിത്ത എന്ന വൃത്തികെട്ട ജന്തു കൊലക്കുറ്റത്തിനേക്കാളും കൂടുതൽ ഇവളെ ശിക്ഷിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതിനേക്കാളും വലിയ വകുപ്പ് ഇവൾക്ക് ചുമത്തണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു മനുഷ്യന് കൊല്ലുന്നെങ്കിൽ, നമുക്ക് എന്നെ തീർക്കുന്നുണ്ടെങ്കിൽ 2 മിനിറ്റിൽ തീർക്കാം, പ്രശ്നമില്ല, തീർന്നു. ഒരു മനുഷ്യന്, ഇപ്പം ഞാൻ
ഒരു കാര്യം പറയുക, നമുക്ക് എല്ലാവർക്കും മരിക്കാനുണ്ട്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുകയാണ്. ഞാൻ ഇങ്ങനെയുള്ള പച്ചയായ ഞാൻ നാളെ ആത്മഹത്യ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? നിങ്ങൾ തന്നെ കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, എന്തായാലും എനിക്ക് പേഴ്സണലി കല്യാണമൊന്നും കഴിഞ്ഞില്ല, ഒക്കെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ അത്രമാത്രം നമ്മുടെ ദീപക് അനുഭവിച്ചിട്ട് മരിക്കുമ്പോൾ ഈ പറയുന്ന വൃത്തികെട്ട ജന്തുവിനെതിരെ ഞങ്ങൾ വീഡിയോ ഇടുമ്പോൾ ചിലർക്ക് കുരു പൊട്ടുകയാണ്. എന്തിനാണ് പൊന്നു പ്രേക്ഷകരെ? നിങ്ങളോടൊരു കാര്യം ഞാൻ പറയുകയാണ്. ഞാനെന്നല്ല, അതുൽ വ്ളോഗ്സ്, പിന്നീട് സന്ദീപ് പടപ്പൽ, നമ്മുടെ ഡാനി തുടങ്ങിയ കുറേ വ്ളോഗർമാർ ഷിംജിത്തെക്കെതിരെ വീഡിയോ ചെയ്യുന്നു. നിങ്ങൾ അവരെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഷിംജിത്തെക്കെതിരെ ആര് സംസാരിക്കുന്നുണ്ടെങ്കിലും അവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും നിങ്ങൾ അവരെ സഹകരിക്കണമെന്ന് ഞാൻ പറയുകയാണ്. കാരണം ഈ വിഷയം ഇനി ഒരാഴ്ച കൂടി നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ, ദീപകിൻ്റെ വിഷയം ഓടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ദീപകിന് നീതി കിട്ടണം. ഷിംജിത്ത് എങ്ങാലം ഈസിയായി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പൊന്നു പ്രേക്ഷകരെ ഇനിയും ആത്മഹത്യകൾ സംഭവിക്കും. ആ ആത്മഹത്യകൾ ഒരു പക്ഷേ നമ്മുടെ വീട്ടിലായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം ഞങ്ങളെപ്പോലുള്ള വ്ളോഗർമാർ, എന്നെപ്പോലുള്ള വ്ളോഗർമാർ, ഞങ്ങൾക്കെതിരെ ഒരു പെണ്ണ് ഇല്ലാത്തതാകട്ടെ ഉള്ളതാകട്ടെ ഒരു ആരോപണം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നട്ടലോട് നമ്മളിൽ ചില ആൾക്കാർക്ക് നമ്മൾ ഇങ്ങനെ ഓപ്പണായിട്ട് അതിനെ ഫേസ് ചെയ്യാം. ചിലർക്ക് അതിനെ ഫേസ് ചെയ്യാനുള്ള അവർ വിചാരിക്കുന്നത്, അതായത് ദീപകിൻ്റെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ബാക്കി വിഷയത്തിലേക്ക് കടക്കാം. ദീപക് എന്ന മനുഷ്യന് ജീവിതത്തിൽ വലിയൊരു തെറ്റിലേക്കൊന്നും പോവാത്ത മനുഷ്യനാണ്. അതായത് കച്ചറ ഉണ്ടാക്കൂല, വലിയൊരു സിഗരറ്റ് വലിയോ കള്ള് കുടിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്ന മനുഷ്യൻ അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ നാട്ടുകാരോട് നമ്മൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ പറയുന്നത് അദ്ദേഹം ഒരു സാധുവായ നല്ലൊരു മനുഷ്യനാണ്. ഓക്കെ, അതായത് കച്ചറക്കൊന്നും പോവാത്ത ഒരു സാധു മനുഷ്യനാണ്. അങ്ങനെയുള്ള ആ സാധു മനുഷ്യനെതിരെ ഇങ്ങനൊരു ആരോപണം വരുമ്പോൾ ആ മനുഷ്യന് ആത്മഹത്യ ചെയ്തു. അതായത് അദ്ദേഹത്തിന് അതിനെങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, ഈ വീഡിയോ വന്നിട്ട് ഏകദേശം 3 ദിവസം കഴിഞ്ഞിട്ടാണ് ദീപക് ആത്മഹത്യ ചെയ്തത്. ഓക്കെ, ഈ വീഡിയോ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഈ പെൺകുട്ടിക്കാണ് കമൻറ്റ് ബോക്സിൽ കുറേ പേര് തെറി വിളിച്ചത്. അതായത് അങ്ങേര് ടച്ച് ചെയ്യുന്നില്ല എന്ന്. അപ്പോൾ ഇങ്ങേർക്ക് ആ ഒരു കമൻറ്റ് ബോക്സും ഇങ്ങേര് നോക്കിയില്ല. ദീപക് എന്ന മനുഷ്യന് ആ ഒരു കമൻറ്റ് ബോക്സ് പോലും നോക്കിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ അപ്ലോഡ് ചെയ്യപ്പെട്ട വീഡിയോയിൽ തന്നെ ഈ പെൺകുട്ടിക്കാണ് കുറേ പേര് തെറി വിളിച്ചത്. അപ്പോൾ നമ്മുടെ അത്രമാത്രം, അതായത് അഭിമാനം, ചിലരെങ്കിലും എന്നെ സംശയിച്ചല്ലോ എന്ന് പാവപ്പെട്ട മനുഷ്യന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ കുറേ പേര് പറയുന്നു, അതായത് ഈ കാറിൽ വെക്കുന്ന നമ്മുടെ സായി സീക്രട്ട് ഏജൻ്റൊക്കെ വീഡിയോ ചെയ്യുന്ന എന്തോ ഒരു സാധനം ഓർഡർ ചെയ്ത് ആ സാധനം ഒന്നും എന്തെങ്കിലും ഇല്ല, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ക്യാമറ തിരിയുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ ദീപകിന് നീതി കിട്ടണം. ദീപകിന് നീതി കിട്ടണമെങ്കിൽ ഷിംജിത്തക്ക് തക്കതായ ശിക്ഷ കിട്ടണം. ഷിംജിത്തക്ക് തക്കതായ ശിക്ഷ കിട്ടണമെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ വീഡിയോ ചെയ്യണം. വീഡിയോ ചെയ്ത് അവസാനം കോടതിയിൽ നമ്മുടെ ദീപക് വിജയിക്കണം. അന്നെങ്കിലേ പാവപ്പെട്ട നമ്മുടെ ദീപകിന് നീതി കിട്ടും പൊന്നു പ്രേക്ഷകരെ. ഒരു കാര്യം കൂടി ഇടയ്ക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അതായത് ശ്രീലക്ഷ്മി അറക്കൽ എന്ന വൃത്തികെട്ട ജന്തു ഞങ്ങൾക്കെല്ലാവർക്കും മുതൽ, അതായത് ഈ പറഞ്ഞ ഷിംജിത്തെക്കെതിരെ സംസാരിക്കുന്നവർക്കെതിരെ കേസ് കൊടുക്കാനൊക്കെ ഒരുങ്ങിയെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. അവർ പറയുന്നത് ഷിംജിത്ത് ചെയ്തതാണ് ശരി, ദീപക് ആത്മഹത്യ ചെയ്തത് നന്നായി, അങ്ങനെയുള്ള ഒരു മനുഷ്യന് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞ നന്നായി, ഇല്ലെങ്കിൽ കുറേ പേര് കാറിലല്ല ബസ്സിലൊക്കെ അനുഭവിച്ചേനെന്നാണ് ശ്രീലക്ഷ്മി എന്ന വൃത്തികെട്ട ജന്തു പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ജന്തുവിനോട് എനിക്ക് പറയാനുള്ളത്, പൊന്നു ജന്തു, നിൻ്റെ വീട്ടിൽ അച്ഛനില്ല, നീ ആ സാധനം കല്യാണം കഴിഞ്ഞതാണോ എന്ന് എനിക്ക് പേഴ്സണലി അറിയില്ല. കഴിഞ്ഞതാണെങ്കിൽ ആ ജന്തുവിനോട് പറയുകയാണ്, നിൻ്റെ ഹസ്ബൻഡിനാണ് ഈ അവസ്ഥ വരുന്നതെങ്കിൽ എന്താവും നിൻ്റെ അവസ്ഥ? അല്ലെങ്കിൽ നിൻ്റെ അനിയന്, നിൻ്റെ ബ്രദേഴ്സിനൊക്കെ നീ ഇങ്ങനെ തന്നെ പറയോ ജന്തു? ദീപക് എന്ന മനുഷ്യന്, അതായത് ഒരു കാര്യം കൂടി ഇത്രയും ചർച്ച ചെയ്ത സ്ഥിതിക്ക് പറയുകയാണ്, ഏത് വീഡിയോ, അതായത് 7 എണ്ണമാണ് ഈ വൃത്തികെട്ട ജന്തു ഷൂട്ട് ചെയ്തത്. ഓക്കെ, 7 വീഡിയോയിൽ നിന്ന് വ്യത്യസ്ത ക്ലിപ്പുകൾ എടുത്തിട്ട് 17 സെക്കൻഡിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പാക്കി ഈ വൃത്തികെട്ട ജന്തു മാറ്റുകയാണ്. നോക്കൂ നിങ്ങൾ, എന്തൊരു വൃത്തികെട്ട ജന്തു അല്ലേ? അങ്ങനെയുള്ള വൃത്തികെട്ട ജന്തു തക്കതായ ശിക്ഷ. ഈ കേസിനെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ മിനിമം 20 വർഷം വരെ ശിക്ഷ കിട്ടാനുള്ള വകുപ്പുണ്ട്. ഓക്കെ, അതില്ലെങ്കിലും മിനിമം ഒരു 5 വർഷമെങ്കിലും ഇവൾ അകത്ത് കിടക്കണമെന്ന് എനിക്ക് പേഴ്സണലി ആഗ്രഹം. ഒരു 5 മിനിറ്റെങ്കിലും ഇവളെ നമ്മൾ, അതായത് കിടത്തണം പുറത്ത്. അന്നെങ്കിലേ ഈ വൃത്തികെട്ട ജന്തു കാര്യം പഠിക്കും. ഓക്കെ, അപ്പോൾ പ്രേക്ഷകരെ ഞാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. കാരണം ഈ സിസ്റ്റം, അതായത് കാറിൽ ഇരുന്ന് വീഡിയോ ചെയ്യാമെന്ന് എനിക്കറിയാം. ഞാൻ വലിയൊരു യാത്രയിലാണ്. എന്തായാലും ഒരാഴ്ച കഴിയും കുറച്ച് ഫ്രീ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.